ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഫ്രഞ്ച് പേസ്ട്രി ഐറ്റമായ ടാർട്ട് ഷെൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ടാർട്ട് ഷെല്ല് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ടാർട്ട് ഷെല്ല് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. ടാർട്ട് ഷെൽ തയ്യാറാക്കിയെടുക്കാൻ ഇതുപോലത്തെ ഒരു മോൾഡ് വേണം. ഈ ഒരു മോൾഡിലാണ് ടാർട്ട് ഷെല്ല് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു മോൾഡ് പല ഷേപ്പുകളിലും അവൈലബിൾ ആണ്. ഈ മോൾഡ് ഉപയോഗിച്ച് ടാർട്ട് ഷെൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 100 ഗ്രാം അളവിൽ മൈദ ചേർക്കാം. മൈദയിലേക്ക് ഉപ്പ്, വാനില പൗഡർ, പൊടിച്ച പഞ്ചസാര, ബട്ടർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യാനുസരണം പാല് ചേർത്ത് ഒരു ഡോ ആക്കി എടുക്കാം. പാലൊഴിക്കുമ്പോൾ ഓരോ ഡ്രോപ്പ് വീതം ഒഴിച്ച് നോക്കുക. കൺസിസ്റ്റൻസി ഒത്തിരി ലൂസായി പോകരുത്. ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം മാവിൽ. ബട്ടർ ചേർക്കുമ്പോൾ കോൾഡ് ബട്ടർ വേണം ചേർക്കാനായിട്ട്. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത മാവ് ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാനായി മാറ്റി വെക്കാം. ബട്ടറിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത്. 10-15 മിനിറ്റിന് ശേഷം ഈ ഡോയിൽ നിന്ന് ഓരോ ചെറിയ ബോളുകൾ എടുത്ത് വെച്ച ടാർട്ട് ഷെല്ലിൻ്റെ മോൾഡിലേക്ക് എടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എക്സസ് ആയിരിക്കുന്നതെല്ലാം ഒരു കത്തി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇത് എത്രത്തോളം തിന്നായി നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കി നമ്മളത് ഷേപ്പ് മോൾഡ് ചെയ്തെടുക്കണം. എല്ലാ സൈഡും ഒരേ കനത്തിലാകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ മോൾഡിൻ്റെ ഷേപ്പിൽ പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് അതിൻ്റെ ബേസ് ഇതുപോലെ ഓരോ കുത്തുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് ബേക്കായി കഴിയുമ്പോൾ റേസ് ആകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്ത് ശേഷം 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ 180 ഡിഗ്രിയിൽ തന്നെ 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കും. നമ്മുടെ ഷെൽസ് എല്ലാം ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഡീമോൾഡായി കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ടാർട്ട് ഷെൽസ് എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയ ഓരോ ടാർട്ട് ഷെൽസിൽ അകത്ത് ഫില്ലിംഗ് ആയിട്ട് കസ്റ്റാർഡ് ഫില്ലിങ്, ചോക്ലേറ്റ് ഫില്ലിങ് എല്ലാം കൊടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഏത് ഫില്ലിങ്സും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കസ്റ്റാർഡ് ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അലങ്കരിക്കാൻ ചെറീസോ, ടൂട്ടി ഫ്രൂട്ടി, മറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്. അതെല്ലാം നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കുക. അങ്ങനെ ഇന്ന് തയ്യാറാക്കിയ ടാർട്ട് ഷെല്ലിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.